എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലെ പ്രമുഖ കൊറിയർ കമ്പനിയായ ഫെഡെക്സിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ്. പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ഒഴിവുകളുണ്ട്. മിനിമം യോഗ്യത ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് ആണ്. നിരവധി അവസരങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്തെല്ലാം ജോലികളാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അതിലേക്കുള്ള യോഗ്യത എന്താണ്, അങ്ങനെ ജോലികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കുക. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോളതലത്തിൽ പ്രശസ്തമായ ഒരു ലോജിസ്റ്റിക് ഡെലിവറി കമ്പനിയാണ് ഫെഡെക്സ് കോർപ്പറേഷൻ. 1971 സ്ഥാപിതമായ ഈ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് ഗതാഗത കമ്പനികളിൽ ഒന്നായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫെഡെക്സ് ദുബായ് കമ്പനിയുടെ ആഗോള പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടൊരു ഒരു മികച്ച കമ്പനി തന്നെയാണ് ഫെഡെക്സ് കമ്പനി. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫെഡെക്സിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന്. പാർട്ട് ടൈം കൊറിയർ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ, കസ്റ്റംസ് ട്രേഡ് കോർഡിനേറ്റർ, മാനേജർ, സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ, സീനിയർ എന്റർപ്രൈസ് ആർക്കിടെക്ട്, കസ്റ്റമർ കോർഡിനേറ്റർ, ഡിജിറ്റൽ ഡിസൈൻ ഫെല്ലോ, പ്രോഗ്രാം മാനേജ്മെന്റ് അഡ്വൈസർ, മാനേജർ ടാക്സ്, ESG റിപ്പോർട്ടിംഗ് ആൻഡ് കംപ്ലൈൻസ് അഡ്വൈസർ, പ്രൊഡക്റ്റ് മാനേജർ, ഡാറ്റ സയന്റിസ്റ്റ്, ടെക്നിക്കൽ പ്രൊഡക്റ്റ് മാനേജർ, പ്രോഗ്രാം മാനേജർ സീനിയർ, പ്രൊജക്ട് മാനേജർ, പ്രൊജക്ട് മാനേജ്മെന്റ് അഡ്വൈസർ, ബിസിനസ് പ്രൊഡക്റ്റ് അഡ്വൈസർ, ടെക്നിക്കൽ പ്രിൻസിപ്പൽ, സീനിയർ ഡാറ്റ സയന്റിസ്റ്റ്, ചീഫ് ബിസിനസ് ആർക്കിടെക്ട്, സീനിയർ ഡാറ്റ അനലിസ്റ്റ്, ഡൊമൈൻ ആർക്കിടെക്ട്, എന്റർപ്രൈസ് ആർക്കിടെക്ട് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ UAEയിലെ ദുബായിലെ ഫെഡെക്സ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ. നമുക്ക് ഇതിലേക്കുള്ള യോഗ്യത എന്താണെന്ന്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈസ്കൂൾ 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷനുള്ള ആളുകളെ മാത്രമേ ഓപ്പറേഷണൽ ആൻഡ് ലോജിസ്റ്റിക് റോൾസിലേക്ക് പരിഗണിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഇതിനു മുന്നേ വെയർഹൗസ് ഓപ്പറേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡെലിവറിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതിൽ വെയർഹൗസ് ഓപ്പറേഷനിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടാതെ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതേപോലെ പാക്കേജസ് ഹാൻഡ്ലിംഗ് ചെയ്യാനുള്ള, അതേപോലെ ഹെവി ലിഫ്റ്റിംഗ് ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളവരായിരിക്കണം. ഇതാണ് ഓപ്പറേഷണൽ ആൻഡ് ലോജിസ്റ്റിക് റോൾസിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കസ്റ്റമർ സർവീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോളിലേക്കുള്ള യോഗ്യതയാണ്. ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. അതേപോലത്തെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ സ്കില്ലുള്ളവരായിരിക്കണം. മൈക്രോസോഫ്റ്റ് ടൂൾസിൽ കഴിവുള്ളവരുമായിരിക്കണം. ഇനി ടെക്നിക്കൽ ആൻഡ് സെയിൽസ് റോൾസിലേക്കാണെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ IT പാസ്സായിട്ടുള്ളവരായിരിക്കണം. ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ സെയിൽസ് റോളിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അണ്ടർ പ്രഷറിൽ വർക്ക് ചെയ്യാനുള്ള കഴിവ് ഉള്ളവരായിരിക്കണം. ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കണം. ഇതൊക്കെയാണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിഞ്ഞാലുള്ള സ്റ്റാഫ് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനിയൊന്ന് പരിശോധിക്കാം. മികച്ച സാലറി പാക്കേജ് ഉണ്ടായിരിക്കും. കൂടാതെ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. പെയ്ഡ് ആനുവൽ ലീവ് ഉണ്ടായിരിക്കും. അതേപോലെ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ലീവ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ട്രെയിനിങ്ങിനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫെഡെക്സ് സർവീസിൽ നിങ്ങൾക്ക് എംപ്ലോയീസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എൻഡ് ഓഫ് സർവീസ് സമയത്ത് നിങ്ങൾക്ക് UAE ലേബർ ലോ പ്രകാരമുള്ള ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇൻക്ലൂസീവ് വർക്ക് എൻവിറോൺമെൻറ്റിൽ സപ്പോർട്ടീവും ആയിരിക്കും. അപ്പോൾ ഇത്രയും ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്താൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ജോലി നേടാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അപ്ഡേറ്റഡ് CV തയ്യാറാക്കണം. ഒരു മികച്ച അപ്ഡേറ്റഡ് CV തയ്യാറാക്കണം. കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് തയ്യാറാക്കണം. വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ, അതായത് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വേണം, നിർബന്ധമില്ല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചൊരു PDF ഫോർമാറ്റ് ആക്കിയിട്ട് ഒരൊറ്റ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ അപേക്ഷിക്കുക. അതായത് ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനായിട്ട് ഈ കാണുന്ന ഭാഗം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ക്രോമിലൊന്ന് സെർച്ച് ചെയ്യുക, ഗൂഗിളൊന്ന് സെർച്ച് ചെയ്യുക. അതായത് ഫെഡെക്സ് കരിയർ പേജ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഏതെന്ന് മനസ്സിലാക്കി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലിയുടെ സ്വഭാവം കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. അതിൽ നിങ്ങളുടെ CVക്ക് മാച്ച് ആണെങ്കിൽ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നൊരു ഭാഗം കാണും. സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി.
ഇൻഷാല്ലാ അപേക്ഷിക്കുന്നവർക്കെല്ലാം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഡോക്യുമെൻറ്റ് സെലക്ഷൻ പാസ്സായി കഴിഞ്ഞാൽ ഓൺലൈൻ ഇൻ്റർവ്യൂവിനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കോൾ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കേണ്ട. പിന്നെ CV അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ CV അതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ CVയിൽ നിങ്ങളുടെ 2 മൊബൈൽ നമ്പർ കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ കൺട്രി കോഡായ +91 അതിൽ കാണിക്കാൻ മറക്കരുത്. നിലവിൽ നാട്ടിലുള്ളവരെയും UAEയിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ +91 കൊടുക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞത്. നിങ്ങൾ നിലവിൽ UAEയിലാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ മൊബൈൽ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. അവിടുത്തെ അഡ്രസ്സാണ് നിങ്ങൾ CVയിൽ കാണിക്കേണ്ടത്. അവിടുത്തെ കൺട്രി കോഡ് വെച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ CVയിൽ കാണിക്കുക.